கட்டி மண்ணில் கொண்டு வாவா ஆலாலா பறந்து செல்லவா വാനവില്ലെ താണ്ടവാ. ഒരു പുതിയ അധ്യയന വർഷം, പുതിയ കുറെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും പഴയ കുറെ വിങ്ങലുകളും മനസ്സിൽ നിറച്ച് തന്റെ മാറിലേക്ക് ചായം വരുന്ന കുഞ്ഞു തിരുവണ്ണകളെ കാത്തിരിക്കുന്ന ഒരു അമ്മക്കിളിക്കൂട് നമ്മുടെ സ്വന്തം കേരള യൂണിവേഴ്സിറ്റി. പുതിയ കുട്ടികളെ വരവേൽക്കാൻ കോളേജിന്റെ മുക്കുമൂലയും ഒടുങ്ങിക്കഴിഞ്ഞു. പലരും പല തിരക്കിലാണ്. പുതിയ കൂട്ടുകാരെ കണ്ടെത്താൻ, തന്റെ പുതിയ ക്ലാസ് കണ്ടുപിടിക്കാൻ സീനിയേഴ്സും അതിന്റേതായ തിരക്കുകളിലാണ്. ആ മാക്രകള് എവിടെ പോയി കിടക്കണം? നിന്ന മനുഷ്യന്റെ കാലി കഴിച്ച് കോപ്പ്. സീനിയേഴ്സ് ആണ് പോണി, സീനിയേഴ്സ്. ഒരൊറ്റ ഉത്തരവാദിത്വം ഇല്ലാത്ത ഊള സീനിയേഴ്സ്. ഇങ്ങോട്ട് വരട്ടാമാരി. കറക്റ്റ്. അല്ലെങ്കിൽ രാവിലെ അന്തസ്സായിട്ട് വന്ന് ഇവിടെ നിന്ന് വായി നോക്കിക്കൂടെ? ബ്ലാഡി അലവിലാക്കി. അതാണ് എല്ലാം കഴിയുമ്പം വരും അവന്മാരുടെ അപ്പൂപ്പനെ പെണ്ണ് നോക്കാൻ. ചെറ്റോള് പോയി പോയി ഉള്ള മൂട് മൊത്തം പോയി. നീ അവന്മാരൊന്ന് വിളിച്ചാണ്. ഡാ കള്ള കവർക്ക് മാക്രികളെ, നീയൊക്കെ ആരെ കുരിശിലായിട്ടാ നിക്കുവാണ് രാവിലെ മനുഷ്യന്റെ ഉള്ള മൂട് കളയാനായിട്ട്? എനിക്കൊന്നും കേൾക്കണമെന്നുമില്ല, നീയൊന്നും പറയണമെന്നുമില്ല. മര്യാദക്ക് 10 മിനിറ്റുള്ളിൽ നീയൊക്കെ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടത്തെ സ്റ്റേജ് ഞാൻ ബുക്ക് ചെയ്യുന്ന. എനക്ക് അറിയാലോ ഞാൻ കച്ചേരി തുടങ്ങി എങ്ങനെ ഇരിക്കും. എന്റെ പൊന്നെ ദൈവമേ, ഇന്ന് ലവന്മാര് തൊള്ളാല് നല്ലതിനെ നോക്കി മൊത്തം വളച്ചെടുത്തിട്ടുണ്ടേ. ഓ രാവിലെ തന്നെ മനുഷ്യന്റെ മൂട് കളയാനായിട്ട് വരുന്ന കെട്ടി എഴുന്നള്ളിക്കോളും. 10 പെമ്പിളരെ കണ്ട് 4-5 നമ്പർ ഒപ്പിക്കണമെന്നും പറഞ്ഞാണ് ഇരുന്നത്. അപ്പോഴാണ് നമ്മളമാരെയൊക്കെ കുറെ എല്ലാം 3G ആയി. ഇനി ലാവന്മാരുടെ വായിരിക്കുന്ന കച്ചേരിയോട് കേൾക്കുമ്പോ ശുഭം. എല്ലായും മഹാത്മാവിനെ കൊണ്ടാണ്. ഒരു നന്മമാരെ ഇരിക്കുന്നു. എന്നിട്ട് എന്തായി? നന്നായി കിട്ടിയല്ല പുല്ല്. അതിന് ഞാൻ തരീത് ഇതാ പറയുന്ന ആർക്കും ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യരുതെന്ന്. ചെയ്തില്ലായിരുന്ന എനിക്കിതൊന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. എനിക്കും വരോടെ അവസരം ഞാൻ കാണിച്ചു തരാം. കിട്ടും, അവസരം കിട്ടും. അന്ന് നീ കരയും, അലറി അലറി കരയും. അത് നമ്മള് കാണും. ദേ നീ മിണ്ടായിരുന്നു, അതിന്റെ കൂടെ പിറന്നോണെന്ന് നോക്കൂല, കൊന്നോളഞ്ഞ. ആരിത്? വാടാ വാ, വാടാ പട്ടി തുണ്ടി നാളെ ചെട്ടിയ, വാടാ കേറി വാടാ. ഇത്രയും നേരം നീക്ക് എവിടെ പോയിരുന്നടാ? എടാ മോനെ കിട്ടാ, ചേട്ടന്മാര് വന്നടാ. പന്ന പട്ടി, ആടാ നിന്റെ കുട്ടൻ? കുട്ടനല്ല പൊട്ടൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. വാവ്, അത് കറക്റ്റ്. എന്റെ മുൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ദേ എന്നെ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഐസ് പോലത്തെ വെള്ളം അധികമാകാത്ത വിധത്തിൽ പിറമൊത്തം നനച്ച് 2 ദിവസം മറിച്ചും തെറിച്ചു വിട്ട നിക്കറ് കഴുകാതെ തേച്ച് എടുത്തിട്ട് ദേ ഇവിടെ വന്ന് മല പോലെ നിക്കണില്ലേ? ദേ ഇവനെ പറഞ്ഞ ഞാൻ സഹിക്കൂല, തോലച്ചളയും നിന്നേക്കാ. ഡേ കൂടെ നിന്ന് ഊക്കണാടാ നീ. അയ്യേ നിനക്ക് ഒന്ന് കഴുകിട്ടിട്ടുണ്ടായിരുന്നാടാ. എന്തിന്? അതിന്റെ ഒരാവശ്യമില്ല. ഓ അങ്ങനെ പെമ്പിള്ളേര് എന്റെ നിക്കറ് കണ്ട് വേണ്ട. അവർ നോക്കുന്നത് എന്റെ ലുക്ക്, എന്റെ ബോഡി, എന്റെ ഗ്ലാമർ, എന്റെ ഹാൻഡ്സം ഫേസ്. പിന്നെ കോപ്പാണ് നിന്റെ ഈ കവുന്നൊക്കെ മോന്താണ്ടിരിക്കാനായിട്ട് വരയില്ലേ പെമ്പിള്ളേര്? ഒന്ന് പോയാടാ അവിടെ നിന്ന്. അവൻ വന്നിരിക്കുന്നു.
എന്തിനാ കോപ്പ കിടന്ന് പോവണത്? മനുഷ്യനെ ചെവിയ പോയി. മോനെ നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. അവിടെ തോന്നുന്നു. മോനെ ഞാൻ ഓടിടാ. ഡാ നിക്കണവിടാ. നിന്നില്ലെങ്കിൽ ഓടിച്ചിട്ടടിക്കും ഞാൻ. പോടാ പോ. നീ ഏതുവരെ പോ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. അത് വിട്. നിങ്ങളെന്ത് വരാൻ താമസിച്ച? എത്ര നേരമായിട്ട് മനുഷ്യൻ ഇവിടെ കുറ്റിയടിച്ച് നിക്കണമെന്നറിയാമോ? ഇവിടെ വേറെ ഉറച്ച്. ഓ എന്റെ പൊന്നെ ഓർപ്പിക്കല്ലേ. രാവിലെ തന്നെ ബഹളവും കേട്ടോണ്ടാണ് എണീറ്റത്. ഇന്നത്തെ ദിവസേ പോക്കാണ്. വഴക്കാ? അതിനവിടെ ആരിയിരിക്കുന്നത് വഴക്കിടാൻ? നിങ്ങൾ തമ്മി വഴക്കിടാറില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ വരാറുന്നത് വരെ അവിടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ല. എന്താടാ കാര്യം? നമ്മളല്ലടാ പൊട്ടന്മാരില്ല, അവളന്മാര്. അവളൊക്കെ പെണ്ണ് തന്നെയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ചെറുതല്ല, വലിയ ഡൗട്ട്. പൊന്നോ, എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാതില്ല. ഓ, നീ വല്ല മാഫിയ ഗ്യാങ്ങിൽപ്പെട്ട ഐറ്റംസ് വല്ലതുമാണ്. എന്തായാലും നല്ല ഊള മാഫിയ ഫാമിലി. നിന്റെ പൊന്നോ, അവിടേക്ക നാക്ക്. നീ അവളുമാരാ? വാവ്. ഓ, അവന്റെ ഒരു വാവ്. അത്രയ്ക്കൊന്നും ഇല്ല. മനുഷ്യന്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കണമെന്ന് പോലും അറിഞ്ഞൂടാത്ത വെറും കച്ചറ ടീമുകൾ. അവളുമാരുടെയൊക്കെ വീട്ടിലുള്ളവരെ കാര്യം കഷ്ടം. അതിലും കഷ്ടം അവളന്മാരെയൊക്കെ കെട്ടാൻ വരുന്നവന്റെ കാര്യം. എന്റെ പൊന്നേ, അവന്മാരെ എല്ലും തോലെങ്കിലും ബാക്കി വെച്ച ഭാഗ്യം. പുല്ലമാരെ കുറെ നേരം അവന്മാരെ കഷ്ടം എന്താ കാര്യം? ആദ്യം അത് പറ. മനുഷ്യൻ കുറെ നേരമായിട്ട് എന്തൊരു കാര്യം എന്നറിയാനായിട്ട് നോക്കി നോക്കിയിരിക്കുന്നു. അവന്മാർ കുറെ നേരം കൊണ്ട് അങ്ങോട്ട് ഇരുന്ന് ചിലക്കണല്ല കാര്യം പറയുന്നില്ല. കാര്യം പറയടാ അങ്ങോട്ട്. എന്റെ പൊന്നു സുഖേ, ഞാൻ ഇവിടെ നിക്കില്ലേ. ഞാൻ പറഞ്ഞു തരാടാ നിനക്ക്. ഞാൻ ഇവിടെ ഉള്ളപ്പോ മറ്റാര് നിനക്ക് പറഞ്ഞുതരാം? ഞാൻ തന്നെ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞു തരാടാ. സംഭവബലമായ ഇന്നത്തെ വെളുപ്പാൻ രാവിലെയെ കുറിച്ച്. എടാ, സംഭവം എന്തെന്ന് വെച്ചാ, രാവിലെ ഞാൻ തന്ന പേപ്പറുകളുമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് സംഭവം മൊത്തം നടക്കുന്നത്. അതിന്റെ ഹീറോ നമ്മുടെ സ്വന്തം ഗീതു തന്നെയാണ്. അവന്റെ നന്മമരം. അതാണ് ഇപ്പം പണിയായത്. എന്റെ നാറികളെ അങ്ങോട്ട് എണീ നിന്ന് ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്ന ദിവസം ഞാമാരി പോയി. ഇപ്പം വിളി തുടങ്ങും അങ്ങോട്ട്. എന്നെ കടാ, നീ പോയി വണ്ടി കഴിവിട അങ്ങോട്ട്. കുക്കു കുയിലേ ഒരു പാട്ട് പാടുമോ? ഹോയ് ആരും കാണാതെ എന്നോടൊരു കാര്യം ഓതുമോ? ആരറിയത്? ഇന്ന് ഞാൻ നിന്നെ കൊല്ലൂടി. അയ്യോ, ഈ സാധനം എവിടെ പൊട്ടി പോച്ചു? എടി ഇന്ന് കൊല്ലോടി വീടടി ഞാൻ കൊല്ലോടി. എടി സോറി നി ജീവനടി വീടടി ഇല്ലടി. നിന്നെ ഞാൻ കൊന്നിട്ട് അടങ്ങടി. ഞാൻ കൊല്ലും. ഞാൻ പട്ടാപ്പകൾ വീട് കയറി അതിക്രമോ? അതും ഒരു പെൺകുട്ടിയോട് അനുവദിക്കില്ല ഞാൻ. അയ്യോ അമ്മായിന്റെ കടു. ഗീതു, എന്താടാ അവിടെ? നിങ്ങൾ അണിയിട്ടാ? എന്തെങ്കിലും ഓടി വാടാ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഓടിവാ. എന്താടാ, എന്തൊരു കാര്യം? അല്ല, ഇവരൊക്കെ ആര്? ഞാൻ വണ്ടി എഴുതി ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും നോക്കിയപ്പോ ഈ പെണ്ണ് ഓടിക്കൊണ്ടോന്ന് ഈ കൊച്ചിനെ ഉപദ്രവിക്കണടാ. ആരടി നീ എന്തിനടി ആ കൊച്ചിനെ ഉപദ്രവിച്ച? നീ വല്ല മോഷണം ഗ്യാങ്ങിൽ പെട്ടത് തന്നെയടി. നിന്റെ ഗ്യാങ്ങിൽ എത്ര എണ്ണം ഉണ്ടടി? പോലീസിനെ വിളിയടാ. കണ്ടാ തന്നെ അറിയാം ഒരു കള്ള ലക്ഷണം, കള്ളി. എടാ ഗീതു, നീ അറിഞ്ഞ പണിതാണല്ലേടാ. നിനക്ക് ഞാൻ തരാം. ഇവിടെ ബോധം പോയാ ഡീ? അയ്യോ അക്കുട്ട, നീ ഓക്കെ അല്ലേ? എവിടെയെങ്കിലും ഇടിച്ചാ? ഹോസ്പിറ്റലിൽ പോണോ? വേദന ഉണ്ടോ? നീ ഓക്കെ അല്ലേടാ? ആരാടാ നീ? ഞങ്ങളെ വീട്ടിൽ കയറി ഞങ്ങളെ കൊച്ചിനെ തള്ളിയിടുന്നു. അവക്ക് എന്തെങ്കിലും പറ്റുന്നെങ്കിൽ കൊന്നു കളഞ്ഞാ ഞാൻ നിന്നെയൊക്കെ. വാക്കു എന്തോന്നടി അവിടെ ബഹളം? രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് രണ്ടും കൂടി. മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് പൊടി രണ്ടും കൂടെ. ലല്ലു ഓടി വാടി, അക്കു വീന്ന്. വീണെന്താ? എങ്ങനെ? അയ്യോ മോളെ, അക്കു ആശുപത്രിയിലാണ് പോണത്. കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് പറ്റിയാ? നിങ്ങൾ രണ്ടും കൂടെ അടി കൂടിയാ?
എനിക്ക് കുഴപ്പമൊന്നുമില്ലടി, നടു ഒന്ന് ഇടിച്ച് അത്രേ ഉള്ളൂ. ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. ദേ ഇവന് അക്കുവിനെ തള്ളിയിട്ടത്.